പാലം വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ചാകുമ്പോൾ ആയിരിക്കും പാല വേറാന്നുള്ളത് പറഞ്ഞു കുറേ ആയി, എത്ര കൊല്ലായി. പണി ഞങ്ങളുടെ 14 വരെ പണിയാണോ 14 ലക്ഷം പേർക്ക് വികസനം വരുന്നതാണ് നല്ലത്. 14 പേരില്ലേ തൊഴിലില്ലേ അടുത്ത തൊഴിലിൽ നമുക്ക് മാറും. പാലം വരണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഈ കാലത്ത് വന്നില്ലെങ്കിൽ ഞങ്ങളുടെ തലമുറ കഴിയുമ്പോഴും വരുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയാണോ കേരളത്തിലാണോ? ഇല്ല, കർണാടകത്തിലാ പണിക്ക് വന്നതാ. മലയാളം നന്നായിട്ട് അറിയാലേ? കുറച്ചൊക്കെ മലയാളം കർണാടക വസള്ളി. ഞങ്ങൾ ചാകുമ്പോൾ ആയിരിക്കും പാല വേറാന്നുള്ളത് പറഞ്ഞു കുറേ ആയി, എത്ര കൊല്ലായി. റോസക്കുട്ടി ഉള്ള കാലത്തിൽ പറയാൻ തുടങ്ങിയതാ. ഇവിടുത്തെ പാലം സാഗടിയായി, പിന്നെ വരാനുണ്ട്, എന്താ അറിയാ വരുമായിരിക്കും. ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. ഇവിടുന്ന് മൈസൂരൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. മൈസൂർ 190 കിലോമീറ്റർ ഉള്ളൂ. ആകെ 90 കിലോമീറ്റർ എളുപ്പമാണ്. ഒരു പാലം വന്നാൽ എല്ലാവർക്കും ഒരു ഉപകാരമായി. നിങ്ങൾ കർണാടകയിലാണോ അല്ലെ കർണാടകത്തിലാണ് ആണല്ലേ? നിങ്ങളെ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ടോ? ആവശ്യപ്പെടുന്നുണ്ടല്ലേ, കുറേ വർഷമായില്ല തറക്കലിട്ട് പോയിട്ട്. 100-150 കുട്ടികളടക്കം LKG മുതൽ ഡിഗ്രി വരെ പോകുന്ന കുട്ടികളുണ്ട്. അവർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്. തോണി കയറിയിട്ട് ചെറിയ LKG മുതൽ ചെറിയ മക്കളാണ് നമ്മൾ കൈ പിടിച്ച് തോണി കയറ്റുന്നത്, പിന്നെ അവരെ അക്കരെ കടത്തി വിടുന്നത്. അപ്പോൾ അവരൊക്കെ റിസ്ക് പാലം വന്നു കഴിഞ്ഞാൽ മാറും. സ്കൂൾ വണ്ടി ഇങ്ങോട്ട് വരും, ഇങ്ങനെ വന്നിട്ട് വണ്ടിയിൽ കൊണ്ടുപോകും. ഇവിടെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മൈസൂരേക്കും ബാംഗ്ലൂരേക്കൊക്കെ പോവാം. ഇവിടെയുള്ള ആളുകൾക്ക് കേരളത്തിലും ആക്സസ് കൂടും. ഇപ്പുറത്ത് താമസിക്കുന്ന കുറേ മലയാളി കുടുംബങ്ങളുണ്ട്. അവരുടെ കുട്ടികൾ കാര്യമായും സ്കൂളിൽ പോകുന്നത് അപ്പുറത്താണ്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഈ പുഴ കടന്ന് പോകാന്നുള്ളൊരു പ്രയാസമൊക്കെ മറികടക്കാൻ പാലം വരുന്നതുകൊണ്ട് സാധിക്കും. അല്ല, അതിനെപ്പറ്റി ഒരു ചൂടൊന്നുമില്ല. 94 തറക്കല്ലിട്ട് പോയല്ലേ, രണ്ടുപേരുള്ളപ്പം കർണാടകയുള്ളപ്പം ഇട്ട് പോയതാ. പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ വന്നു പോകുക, കർണാടകക്കാർ ഇങ്ങനെ വന്നു പോകും, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയാണ് നമ്മുടെ. പെരിക്കല്ലൂരിൽ പാലം വന്നാലേ അത് 100 കണക്കിന് കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കൊക്കെ വലിയ സഹായമാകും. അതുകൊണ്ട് രണ്ട് സർക്കാരുകളും ഇടപെട്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുൻകൈയെടുത്ത് ആ പാലം സാധ്യമാക്കണം. അല്ലേ വൈശ? ഉറപ്പായിട്ടും. അപ്പോൾ വാട്ടർ സൈക്കിൾ ഡയറി ഈ കർണാടക കേരള അതിർത്തിയിൽ നിന്ന് യാത്ര തുടരുന്നു. ഇനി നമുക്ക് കോഴിക്കോട്ട് കാണാം.